പടം അടിപൊളിയാണ്. നായകനും വില്ലനും കട്ടൊക്കെയാണ്. മമ്മൂക്കയുടെ സാഗ് അടിപൊളിയാണ്. നല്ല ഫൈറ്റ് സീനാണ്. ബസ്സിൽ വെച്ചുള്ളതും പിന്നെ പെരുന്നാളിൽ വെച്ചുള്ള എല്ലാം അടിപൊളിയാണ്. അടിപൊളി ഫൈറ്റ്. തകർത്ത്. നായകനും വില്ലനും കട്ടൊക്കെയാണ് അതാണെങ്കിൽ പറയാനുള്ളത്. മ്യൂസിക്കൊക്കെ അടിപൊളി. നല്ല ബീജിയാണ്. ഓടി അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ കൊണ്ട് നിർത്തിയത് തെക്കമ്പാട്ടിൻ്റെ ഒരു എൻട്രി പോലെയാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ രോമാഞ്ചമാണ് നമുക്ക് കയറിക്കുന്നത്. എന്തായാലും പടം കിട്ടില്ല. പടം അത് ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാം. അതുപോലെ തന്നെ ഇതിൽ വില്ലൻ രാജീവ് ഷെട്ടി ഇതിനെ കാണാൻ ഒരു വില്ലൻ്റെ ലുക്കില്ലെങ്കിലും ഇത് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം വീട്ടിലും തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. എന്തായാലും ഒരു ഫസ്റ്റ് തിയേറ്റർ വാച്ചിട്ടുണ്ട്. 2024 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ അങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് അതിഗംഭീരമായി ഇഷ്ടപ്പെടുന്ന ആക്ഷൻ ബ്ലോക്കുകളുള്ള മമ്മൂട്ടി എന്ന മാസ് ഹീറോയെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രം എന്ന രീതിയിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. അതെ, അതിപ്പോഴുള്ള എല്ലാ സിനിമയിലും കാണുന്നുണ്ട്. അതിന് എത്ര പേർക്ക് ഇപ്പോൾ തമിഴ് അതുപോലെ തന്നെയുള്ള കൂടുതൽ കഥ നടക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ ആ തമിഴ് എലമെൻ്റ് എനിക്ക് തോന്നുന്നു തമിഴ് ഓഡിയൻസിന് ഇത് കൂടുതൽ അപ്പീലാവുന്ന രീതിയിലും കൂടി ചെന്നൈയിൽ നടക്കുന്ന കഥ എന്ന് നമ്മൾ ജോസേട്ടൻ എന്ന് പറയുമ്പോൾ അവർ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞു. നമ്മുടെ എല്ലാ മലനാട്ടിലും ആ രീതിയിൽ നടക്കുന്ന കഥയല്ല, ചെന്നൈയിൽ നടക്കുന്ന കഥയാണ്. പിന്നെ ക്ലൈമാക്സിലൊരു സെക്കൻഡ് ഭാഗം ഉണ്ടാവും എന്നുള്ളൊരു വലിയൊരു രീതിയിലുള്ള സെക്കൻഡ് ഭാഗം ഉണ്ടാവും എന്നുള്ള സൂചനയോടെയാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ തൃപ്തിപ്പെടുത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ 20 മിനിറ്റ് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്കൊരു ഹൈ തരുന്ന, എന്നാൽ തുടങ്ങാൻ വളരെ സ്ലോ ആയിട്ട് തുടങ്ങിയ ഒരു ആക്ഷൻ എൻ്റർടൈനറാണ്. ഈ ടർബോ ജോസ് എന്ന കഥാപാത്രത്തെ വൈശാഖ് എന്ന ഡയറക്ടറിൻ്റെ ഭാവനയിൽ എങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ ചെയ്തു. പിന്നെ പറയേണ്ടത് തിരക്കഥ, അതിൻ്റെ കഥ ബിന്ദു മാനുവൽ നല്ല ശക്തമായിട്ടുള്ള കഥ. നമ്മൾ മലയാള സിനിമ പല അമ്മ കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ബിന്ദു പണിക്കർ എന്ന ഇത് അഭിനേത്രി ബസ് കണ്ടക്ടറാണ് അത് മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിച്ചത്. രണ്ടാമത് ഇപ്പോൾ അഭിനയിച്ചത് നമുക്കൊരു KPC ചേച്ചിനെ ഇപ്പോൾ ഓർമ്മ വന്നി അതേപോലത്തെ ശൈലിയിൽ ബിന്ദു പണിക്കർ എന്ന ആ അഭിനേത്രി നന്നായിട്ട് പെർഫെക്റ്റ് ചെയ്ത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ടർബോൻ്റെ എല്ലാ ടീമങ്ങളും പ്രത്യേകിച്ച് മ്യൂസിക് ക്രിസ്റ്റോനും പിന്നെ ഇതിൽ അഭിനയിച്ച വില്ലൻ കഥാപാത്രത്തിൽ ചെയ്ത ശരീരഘടന കൊണ്ടല്ല ഒരു വില്ലനാണ്. അദ്ദേഹത്തിൻ്റെ ആ പെർഫെക്റ്റായിട്ട് വൈശാഖ് സാറ് ഒപ്പിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ട് വന്നോളാം. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നല്ല എഫക്റ്റുള്ള തിയേറ്ററിൽ പോയി കണ്ടാലും നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടും. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. அவ்வளோ ஒரு கிரேட் பர்சன். ரொம்ப நன்றி. வெடிக்கெடுத்த சித்திரത്തിന് ശേഷം വീണ്ടും ഒരു ஆமாம் கண்டிப்பாக വീണ്ടും ഒരു നല്ല ചിത്രം അല്ലേ வருது நெக்ஸ்ட் மூவிகள் ஏறம் வருது, ஐடென்டிட்டி வருது, கொண்டல் ഈ മൂവികൾ நிறைய മൂവികൾ ചെയ്തു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ரொம்ப ஹாப்பி. தேங்க்யூ. ഈ ஃபைட்டிங் எக்ஸ்பீரியன்ஸ் ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയായിട്ട്? ஒவ்வொரு நாளுமே வந்து பெரிய படிக்கிறதுக்கான மம்முக்கு வேண்டி மம்முக்கு சார் வந்து கம்போஸ் பண்ணி எதுவுமே சொல்ல மாட்டாங்க. ஓகே இதானா, ஓகே பண்ணிக்கலாம். அவ்வளோ அடி அவ்வளோ இன்ஜுரிஸ் இருந்தாலும் எதுவுமே ஒரு முகம் சுளிக்காத ஒரு சார் வந்து உண்மையிலே முகம் சுளிக்கவே கிடையாது. அந்த மாதிரி ஒரு பர்சன். ரொம்ப ஹாப்பியாக എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഞാനൊരു പക്ക മമ്മൂക്ക ഫാൻ ബോയാണ്. ചെറുപ്പം തൊട്ടിട്ട് മമ്മൂക്കനോട് ഭയങ്കര ആരാധനയുള്ള ആളാണ്. 3ാമത്തെ പടമാണ് മമ്മൂക്കനോട് ചെയ്യുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 2ാമത്തെ സിനിമയും. അപ്പോൾ അതിനകത്ത് ഞാൻ ആസ് എ ഫാൻ ബോയ് ഫസ്റ്റ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ പെർഫോമൻസ് കൊണ്ട് ഭയങ്കരമായിട്ട് അതിശയിച്ച് നിന്നതാണ്. അതേപോലെ ബ്രഹ്മയുഗം അതേപോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പെർഫോമൻസ് ലെവലിൽ ഞാൻ കണ്ടൊരു സിനിമയാണ്. അതും അടുത്തറിയാൻ പറ്റി. അതിനകത്ത് നൻപകലിൽ മമ്മൂക്കയ്ക്ക് ഒരു ഔട്ട്ഫിറ്റ്, സുന്ദരത്തിൻ്റെ ഔട്ട്ഫിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ടർബോയിലേക്ക് എന്നെ ക്ഷണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈവൻ മമ്മൂക്കയുടെ നെക്സ്റ്റ് സിനിമയുടെ അടുത്ത അപ്രോച്ച്, ഈ പറയുന്ന ആക്ഷൻ എൻ്റർടൈനർ എന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ആ പടം വർക്ക് ചെയ്യാൻ പറ്റിയാലും ഇപ്പോൾ ആ പടം കണ്ടിറങ്ങുന്ന സമയത്ത് ആസ് ഒരു ഫാൻ ബോയ് കട്ട മമ്മൂട്ടി ആരാധന എന്നുള്ള രീതിയിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പടം കണ്ടായിരുന്നോ? ആക്ച്വലി വില്ലന് കുറച്ച് നമ്മൾ കുറച്ച് വലിപ്പം കാണിച്ചാലേ ഇതിന് അത്ര വലിയ ക്യാരക്ടർ അല്ലേ, അത്ര വലിയ
വലിയ ടീമുള്ള വലിയ ഗ്യാങ്ങുള്ള ഇതിനാണ്. പിന്നെ നമുക്ക് വലിപ്പം കാണിക്കണം മ്യൂസിക്കിലാണേലും. ഒരു രക്ഷയില്ല. ആ അവസ്ഥ പുള്ളി ക്ലൈമാക്സിൽ കാര്യം പിടിച്ചിരിക്കുന്നത്. അത് ഒരു ലെവലിൽ വേറെ ലെവലിൽ സാധനം പുള്ളി കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട 72 പാസ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? നമ്മളൊക്കെ 72 പാസ് ഒടിഞ്ഞു കുത്തി അവിടെ മെയിനായിട്ട് മെയിനായിട്ട് എടുത്ത് പറയണ്ടല്ലോ. മെയിനായിട്ട് എടുത്ത് പറയേണ്ട അദ്ദേഹത്തിന്റെ 72 അവേഴ്സിലെ എനർജി, ആ ക്ലൈമാക്സ് വേറെ പറഞ്ഞടിക്കും ടർബോ അതാണ്. ദയവ് ചെയ്ത് വണ്ടി മാറ്റിത്തരേണ്ടതാണ് ഗ്രൗണ്ടിൽ നിന്ന്. അമ്മയുടെ പേജ് അമ്മ പക്ക മാസ് ഫാമിലി എൻ്റർടൈനർ. അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. തുടക്കം മുതൽ അവസാനം വരെ മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം തന്നെ പറയാം. പടത്തിൽ 72കാരൻ ഇതുപോലെ മലയാളത്തിലെ യങ് സൂപ്പർ സ്റ്റാർസ് പോലും ഇതുപോലെ സാധനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുമണിക്കൊരു രക്ഷയില്ല. ലേറ്റസ്റ്റ് ആയിട്ട് ഇതുപോലൊരു വില്ലനെ എക്സ്പ്ലോർ ചെയ്ത് മലയാള സിനിമ ഉണ്ടെന്ന് തന്നെ തോന്നുന്നു. രാജ്വി ഷെട്ടി തിയേറ്റർ സ്പേസ് ഓക്കെ കൊടുക്കുന്ന ക്യാഷിന് വർത്താണ്, ഒരു ഡൗട്ടുമില്ല. ഇത് മാസ് പടമെന്ന് ഞാൻ പറയില്ല, പക്ക മാസ് ഫാമിലി എൻ്റർടൈൻ. അത്യാവശ്യം ചിരിക്കാനുണ്ട്, ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നില്ല മേക്ക് ചെയ്തേക്കുന്നത്. മിഥുൻ മാനുവലിൻ്റെ വൈശാഖിൻ്റെ വേറൊരു ടൈപ്പ് ഐറ്റം കാർ ചേസിങ് ഒക്കെ ഉണ്ടല്ലോ, ഹോളിവുഡ് ലെവൽ ഐറ്റത്തിലാണ് സാധനം ചെയ്ത് വെച്ചത്. ക്യാമറ വർക്കാണ്. ഇപ്പോൾ ഏത് ഏരിയയിൽ നോക്കിയാലും ഇൻട്രസ്റ്റ് ആണ്. ഏത് തരം ജോണറുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഫസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്, ഡോണ്ട് മിസ് ഇറ്റ്. എന്നാലേ നമുക്ക് പിന്നെ എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. അത്ര നല്ല സിനിമയാണ്, എല്ലാവരും കാണണം. തീയാണെന്ന് മമ്മൂക്ക തീയാണ് ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്ത് ചെയ്യുന്നൊരു മമ്മൂക്ക നമുക്ക് കാണേണ്ട ഒരു ഇത്ര പ്രായമായ മമ്മൂക്കനെ നമുക്ക് ഇങ്ങനെ നമസ്കരിക്കാനേ പറ്റൂ. അപ്പം നല്ല സിനിമയാണ്. ടർബോ ജോസിനോട് കളിയൊന്നും വേണ്ട.